ഹായ്, എന്താ പാടെ? ഈ കന്നിമാസം വന്നു കഴിഞ്ഞാൽ പട്ടികൾക്ക് ചില ഒരിളക്കിളകാണ്ട്. കാരണം ആ സമയത്ത് കുറച്ച് വെറി അധികം കരത്തിലെ പറ്റൊക്കെ. അതേപോലെയാണ് ചില ആളുകൾക്ക് നോമ്പ് വന്നാല് വാപ്പാനേക്കാ പ്രായമുള്ള ഒരു കാക്കാനെ പ്രേമിച്ച കഥയാണ് ഇപ്പൊ ഇത്. ഏതാ അറിയോ? ഇതാ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നോമ്പിന്റെ സ്പെഷ്യൽ ആയിട്ട് കേട്ടോ. ഇതാണ് മിക്സഡ് കസ്റ്റാർഡ്. നല്ല അടിപൊളി സാധനമാണ്. സൂപ്പർ റെസിപ്പി. ആശയുടെ നോമ്പ് മുറിഞ്ഞിട്ട് ആശി ഞാൻ വീട് ആശയുടെ നോമ്പ് മുറിഞ്ഞിട്ട് ആശിയുടെ നോമ്പ് മുറിഞ്ഞ അവിടെ നിൽക്കട്ടെ. ഇജ്ജെന്തൊക്കെയാ മുറിച്ചാൻ നടന്നീന്നല്ലോ, അത് വല്ലതും മുറിഞ്ഞിക്കണോ? ഇല്ലല്ലോ. റീച്ചിന് വേണ്ടി ഏതറ്റം വരെ പോകും ഈ രണ്ട് തീട്ടക്കേസ്. ഇനിയിപ്പോ ചില നന്മമരങ്ങൾ വരും. എന്താ റമളാനല്ലേ, ഓലെന്തേലും ചെയ്തോട്ടെ, പിന്നെ അങ്ങനെ ഓലെന്തെങ്കിലും ചെയ്യാൻ പറ്റുവെങ്കിൽ എനിക്ക് എന്തെങ്കിലും പറയാനും പറ്റും. അത് ആദ്യങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുണ്ടോ? ഈ ജാതി തമ്മാടിത്തരങ്ങളൊക്കെ കണ്ടിട്ട് അത് കണ്ടില്ല എന്ന് വെക്കുക ഇന്നെ കൊണ്ട് എന്തായാലും പറ്റൂല. അത് റമളാനായാലും ഷഹബാനായാലും ഇവർക്കെതിരെ ഉള്ളത് ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. അതിപ്പോ റമളാനാന്ന് വിചാരിച്ചിട്ട് ഇവരത് കണ്ടില്ല എന്ന് വെക്കാനൊന്നും ഇന്നെ കൊണ്ട് പറ്റൂല. ഒരു കാണിക്കുന്ന അക്രമം എന്താന്ന് കണ്ടിട്ടില്ലേ? നല്ലൊരു മാസം കാട്ടിക്കൂട്ടുന്ന അക്രമമാണ് ഇപ്പൊ അത്. വാപ്പിയും മകനും ആകേണ്ട പ്രായ വ്യത്യാസം ഉണ്ട് ഇവര്. ഈ ആ ജാസിയുടെ കയ്യൊക്കെ ഒന്ന് നോക്കാം. ഈ KSEBിയുടെ പറമ്പ് ഉണ്ടോ നിങ്ങളെ? നാലാ വൈക്കും വയറ് പോയി കൊണ്ടാണ്. അതേമാതിരിയാണ് അവന്റെ കജ്ജ് ചുളിഞ്ഞിട്ടേ നരമ്പൊക്കെ അങ്ങനെ പാഞ്ഞുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ മുഖത്ത് മാത്രം കുറെ പെട്ടിട്ടിട്ട് എന്ന് കാട്ടിക്കഴിഞ്ഞാൽ എല്ലാം ആയി അവന്റെ വിചാരം. ഇവനെ ഇപ്പൊ 4 ദിവസം മുമ്പ് ഒരു വീഡിയോ ഇറക്കിയിരുന്നു. എന്താ അറിയോ? ഇവനും ഇവന്റെ ഇത്തമാരൊക്കെ വന്നേക്കണു. അപ്പൊ ഇത്തമാർക്ക് ഭയങ്കര സ്പെഷ്യലായിട്ട് ഓനെ അടിപൊളി എന്തൊക്കെ ഉണ്ടാക്കുകയാണ് എന്നുള്ളത്. ഓന്റെ കഴിഞ്ഞ പ്രാവശ്യം ഓന്റെ ഇത്ത പ്രസവിച്ച് കിടക്കുമ്പോൾ ഓനും ഓന്റെ അളിയനും ഒരു കട്ടിലുമേ കടന്നിരുന്നു. ഇപ്പൊ അളിയനിക്ക് ഓന്റെ അടുത്തേക്ക് എല്ലാം പറ്റുമോ? ഇത്ത പണങ്ങൂലേ? കാരണം എന്തല്ലേ പോലെ അളിയാന്ന് വിളിച്ചിട്ട് തോള് കജ്ജിട്ട് നടന്നിരുന്ന ചങ്ങായിയാ. ഒരു റൂമിൽ കടത്തം, ഒരുമിച്ച് പുറത്തേക്ക് പോക്ക്, ഒരുമിച്ച് അകത്തേക്ക് പോക്ക്. ഇപ്പൊ നോക്ക ഓന്റെ സ്വന്തം പെങ്ങൾക്ക് പോലും മാപ്പിളിനെ വിശ്വാസമല്ല. എന്തിന്? ഇവനേറ്റ വളച്ചാലോചിച്ചിട്ട്. അത്രക്ക് വലിയ തിരക്കല്ലേ. എന്റെ അഭിപ്രായത്തിൽ നായ്ക്കൾക്ക് പിന്നെയും കാര്യം പറഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. ഈ ഒരു 2 എണ്ണത്തിന് എന്തായാലും മനസ്സിലാവില്ല. അപ്പൊ കായും കൊടുത്ത് കുറെ ജെല്ലും വാങ്ങി വെച്ചിട്ട് അതിട്ട് കുത്തിക്കുലുക്കി നടക്കുക. ഈ വീഡിയോ ഒന്ന് കണ്ടോക്കാന്. ഈ ദുബായ് എന്തോ ഒരു സുഖാണെന്നറിയോ? പെരുന്നാളല്ലേ വരുന്നത്? പെരുന്നാളിന് രാവിലെ കുളിച്ചിട്ട് ഇതേപോലെ തന്നെ പ്രീമിയം ക്വാളിറ്റി ദുബായ് നൈറ്റ് ഇട്ടാലോ? എന്റെ നൈറ്റിക്കും അത്യാവശ്യം ഫാൻസ് ഉണ്ട്. ഞങ്ങൾ ആണുങ്ങളൊക്കെ പെരുന്നാൾക്ക് രാവിലെ നേരത്തെ കുളിച്ചിട്ടേ കുത്തുബക്ക് പോകുകയല്ലേ. പ്രീമിയം നൈറ്റ് ഇട്ടിട്ട് അവിടെ ഇരുന്നു കേട്ടോ. എനിക്കറിയാം. അപ്പൊ അവർക്കാണ് ഈ വീഡിയോ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. താഴത്ത് കാണുന്ന ഈ അക്കൗണ്ടും എന്റെ അക്കൗണ്ടും ഫോളോ ചെയ്യുക. 3 പേർക്ക് ഈ റീൽസ് ഷെയർ ചെയ്യുക. 3 പേരെ ഈ വീഡിയോന് താഴെ. ഇതൊക്കെ വാപ്പാനോട് പറയരുത്, വേറെ ആരോട് ഞങ്ങളോട് പറഞ്ഞിട്ട് എന്തായാലും കാര്യമില്ല. ആണുങ്ങൾക്ക് ചേരുന്ന പണി ഇതാക്ക്. അതല്ലെന്നുണ്ടെങ്കിൽ എന്റെ മകന്റെ പ്രായമുള്ള ആശിനെ ഒഴിവാക്കിയിട്ട് സ്വന്തം കുടുംബം നോക്ക്. ഒന്ന് ആലോചിച്ച് നോക്കാം. ആകെയുള്ളൊരു മകനാണ് ഇപ്പൊ. 2 പെണ്ണും ഒരാണുമാണ്. ഇപ്പൊ എന്തായി? എല്ലാവർക്കും പാടൊരു മാക്സി മതി. അങ്ങനത്തെ കോലത്തിലായിരിക്കും. മരിച്ചുപോയ വാപ്പാടെ കബറിങ്ങ പോകാനോ അയാൾക്ക് വേണ്ടി ഒരു ജുമാക്ക് പങ്കെടുക്കാനോ ഈ നാറിക്ക് സമയമല്ല. പെണ്ണുങ്ങളെ മാക്സിം ചുരിദാറിടാൻ നടപ്പിച്ച. ഇവന്റെ ചില വീഡിയോ കണ്ടുക്കണോ? ഹോർമോൺ ശരിക്കും ഇപ്പം കയറ്റാനിട്ടേ. ആ കോലം നോക്കാം. എന്താ പിന്നാമ്പറൊക്കെ. നല്ല നാടൻ കാക്ക മാക്സിട്ടമായി തന്നെ തോന്നുന്നില്ലേ? ഓന്റെ വിചാരം എന്താ വെച്ചിട്ടാ ഐശ്വര്യറായി മാക്സ് ഇട്ടിക്കണ മാതിരിയാണ് ഓനെന്നുള്ളതാ. ഇവന്റെ കയ്യും കാലൊക്കെ ഇങ്ങോട്ട് ചുളിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ KSEBിലെ വയറ് മാതിരി ആയിക്കണോ. നരമ്പൊക്കെ ഇങ്ങോട്ട് ഇതിനൊക്കെ നരമ്പ് ഇങ്ങനെ പൊന്തി. നിങ്ങളെ ഇതെടുത്ത് നോക്കിക്കോളുണ്ടോ? അതെന്താ അറിയോ? പ്രായത്തിന്റെയാണ്. ഈ ചങ്ങായി നോണയല്ലാതെ ഈ ചങ്ങായി പറയില്ല. അതിന് ഉത്തമ ഉദാഹരണമാണ് ഇപ്പൊ അടുത്ത് ഓന്റെ വയസ്സ് ഇപ്പൊ അടുത്ത് ഓൻ പറഞ്ഞു. ഏത്? ഓൻ 93 ജനിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് ഓന്റെ ഐഡന്റിറ്റി കാർഡിലടക്കം ഓൻ കാണിച്ചു, ആധാർ കാർഡിലടക്കം കാണിച്ചിട്ടും ഓനിക്ക് ഇപ്പോഴും 30 കഴിഞ്ഞിട്ടില്ല. ഇത് എന്ത് വയസ്സാണെന്ന് ഇച്ചൊരു പിടുത്തമല്ല. നിങ്ങൾ ഇക്കും ഫോൺ ചെയ്യുന്ന കണ്ടുക്കണോ? ഇല്ലല്ലോ. എന്നാ വേണേ ഒന്ന് കണ്ടോ. എഴുതിക്കണോ? ഇക്കൂസ്. കക്കൂസാണ് കക്കൂസ്, ഇക്കൂസ് അല്ല. പറ. ഹലോ ആയിക്ക പറ. ആയാ മോളെ, ശുക്കൂറാണോ വിളിക്കുന്നത്? ആമാ ഉമ്മയാണ്. ഇക്ക വിളിക്കാന്ന് ചോദിക്കാം. ഇക്ക നിങ്ങൾ ഓക്കെ അല്ലേ? അവിടെ എന്തോ പ്രശ്നമാണ്, മെസ്സേജ് ഇടാനൊക്കെ ഇങ്ങനെ വാർത്തയിൽ കേൾക്കണേ. അത് ഈ ചാനലുകാരെല്ലാം വെറുതെ പറയുന്നതാ. ഇവിടെ ഒരു കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു കുഴപ്പമില്ല. ഞാൻ സേഫാ, അൽഹംദുലില്ലാ. ഒരു സമാധാനമില്ല കേട്ടു. അവിടെ മിസൈൽ ഒട്ടി നടന്നീന ആളുകളല്ലേ നിങ്ങള്? നിങ്ങൾ ഇങ്ങോട്ട് പോന്നപ്പോ തന്നെ അവിടുത്തെ മിസൈലിന്റെ കാര്യം ഏറെക്കുറെ തീരുമാനിക്കും. പിന്നെ ആൾക്കും ഇങ്ങോട്ട് വരില്ലല്ലേ? ഞാൻ ഒന്നില്ലെങ്കിൽ എന്താ എന്റെ മോൾക്കിലെ പെരുന്നാൾ സമ്മാനം അവിടെ എത്തും. ഇതാ എന്റെ മോള്. ഇത് മോളല്ലാതെ. ശരിക്കാ, ഞാൻ നോമ്പ് പറഞ്ഞിട്ട് വിളിക്കാം. നോമ്പ് എന്താ കാക്കേ പറക്കാന്? നോമ്പ് തുറക്കാന്നാ പറയാ, നോമ്പ് പറക്കുക അത്രേ. ഏതാ ഈ ചെങ്ങായി? ഇതൊരു കാര്യം ചെയ്യേ. ഓൻ അഥവാ വന്നിട്ടില്ലെങ്കിൽ നേരെ ഉസ്താദിന്റെ വിളിക്കുക.
എന്നിട്ട് പറയാ എന്റെ മഴ പേര് ജമീല, ഓന്റെ മഴ പേര് നബീസ, എന്താ മോലിയുടെ ഇപ്പോഴത്തെ അവസ്ഥ, നിങ്ങളൊന്ന് പെട്ടെന്ന് നോക്കി എന്നിട്ട് എന്ത് ചെയ്യാ, എങ്ങനെയെങ്കിലും ഒന്ന് എത്തിച്ചേരും. ഇത് ശരിയാകൂലേ, നിങ്ങളൊന്നും കൂടി നോക്കിയിട്ട് പറയും ഉസ്താദെ. ആ മോലിയരില്ലേ, ആ മോലിയരിക്കൊന്ന് വിളിച്ച് പറഞ്ഞ സംഗതി സക്സസ്. അപ്പൊ എന്നാ ഓക്കെ വരാം. ഇത് കണ്ടിട്ടേ ഒന്നും പറയാതെ പോകാനും തോന്നിയില്ല.